ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പും അതേപോലെ ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇന്നിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നല്ല ചപ്പാത്തിയും അതേപോലെ ചെന്ന മസാല കറിയും ഉണ്ടാക്കാൻ. അപ്പോൾ നല്ലൊരു സോഫ്റ്റുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് എണ്ണ ചേർത്തത് എല്ലാത്തിനും ഇളക്കിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടത് ചെന്ന മസാല കറി ഉണ്ടാക്കാണ്. ഞാനൊരു മൺചട്ടിയിലേക്ക് കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഉള്ളി, തക്കാളി, കറിവേപ്പിൻ്റെ ഇല ഇതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ചുകൊണ്ട് വരുമ്പോഴത്തേന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കടല അവിടെ വേകുമ്പോഴത്തേന് ഞാനിവിടെ മസാല റെഡിയാക്കി എടുക്കുകയാണ്. 3 അരി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, അരമുറി തേങ്ങ, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരക പൊടിച്ചത്, ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഈ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് വേവിച്ച് വെച്ച ഈ കടല ഇട്ട് കൊടുക്കണം. മൺചട്ടി കൊണ്ട് ഉണ്ടാക്കിയാൽ ശരീരത്തിനും നല്ല ഹെൽത്തിയാണ്, നല്ല ആരോഗ്യമുള്ള ജീവിതമുണ്ടാവും. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കടലക്ക് നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ മല്ലിച്ചപ്പും വെതിര് കൊടുക്കണം. അപ്പത്തിന് കറിൻ്റെ ഒരു സ്മെല്ലുണ്ടാകുന്നുണ്ട്. അപ്പം ഇതിവിടെ അടച്ച് വെച്ച് കറിയൊക്കെ റെഡിയായി. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. ചപ്പാത്തി ഇവിടെ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്ന് കൗണ്ടറിൽ പൊടി വെതിർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞൗണ്ടിയെടുക്കണം. കൈകൊണ്ട് നന്നായി ഞൗണ്ടിയെടുക്കണം. അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ചപ്പാത്തി കിട്ടുന്നുണ്ട്. നന്നായി ഞൗണ്ടിയെടുത്തതിന് ശേഷം ഞാനിങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബൗൾസാക്കി എടുക്കാം.
പിന്നെ ഞാനിത് ചപ്പാത്തി കൈകൊണ്ട് പരത്തിയെടുത്തു. ചപ്പാത്തിയെല്ലാം പരത്തിയെടുത്തു, എല്ലാം ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തി നന്നായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ചപ്പാത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സീക്രട്ട് എന്താ പറഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര ഇട്ടാൽ നല്ല കളറും നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു ചപ്പാത്തി കിട്ടുന്നുണ്ട്. ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ഇവിടെ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. കാര്യം ഈ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ചോറൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ലഞ്ചിനുള്ളത്. ചോറ് നന്നായി തിളച്ച് വരുമ്പത്തിന് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൻ്റെ പാത്രത്തിൽ അടച്ചു വെക്കും. അത് 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും രണ്ടാമത് തിളപ്പിച്ചെടുത്തിട്ട് ഊറ്റിയെടുക്കും. അപ്പത്തിന് ചോറ് നന്നായിട്ട് കിട്ടുള്ളൂ. നമ്മൾക്ക് റൈസ് കുക്കറിൻ്റെ ആവശ്യമൊന്നും വേണ്ട, നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ചോറ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തിന് ഞാൻ മീനൊക്കെ മുറിച്ച് വൃത്തിയാക്കി എടുത്തു. അതിലേക്കുള്ള മസാലയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് കാട്ടിക്കാൻ മറന്നുപോയി. ഞാനൊരു മൺചട്ടി വെച്ചു, അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ചെറുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുള്ളി നന്നായി വടച്ചെടുക്കണം, അപ്പോൾ കറി നന്നായിട്ട് കിട്ടുള്ളൂ. 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി. ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാശ്മീർ ചില്ലി, പിന്നെ മല്ലി, വലിയ ജീരക, മഞ്ഞൾപ്പൊടി, പുളി ഇതെല്ലാം ഇട്ട് ഇതിലേക്ക് മസാലയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മസാലയുടെ കൂടെയാണ് ഞാൻ ഉപ്പ് ചേർത്തത്. അതൊന്നും കാണിച്ചിട്ടില്ല ഇതിൽ മസാല ഇറക്കുന്നത്. പിന്നെ നന്നായി തിളച്ച് വരുമ്പോഴത്തേന് ഇതിലേക്ക് ഞാൻ മത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുട്ട ഉണ്ടായില്ല, അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിവിടെ അടച്ചു വെച്ചിട്ട് കറിയൊന്ന് തിളപ്പിച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പ് വെതിര് കൊടുത്തിട്ട് ഇതിനൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കണം. ഇത് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഇതിന് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിന് ഇതെല്ലാം റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ചിനത് ചോറ് തിന്നാണ്. ഇപ്പം ഞാൻ ഉച്ചക്കത്തെ ചോറ് തിന്നാൻ പോവാണ്. അപ്പോൾ ചോറും മീൻ കറിയും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചപ്പാത്തിയും ചന്ന മസാല, ഉച്ചക്ക് മീൻ കറി, ചോറാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.